നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിവർപൂളിന് എന്താണ് പറ്റിയത്? ആരാധകർ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുകയാണ്. കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്ന ടീം പെട്ടെന്ന് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു. അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു മെഷീൻ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന അവസ്ഥ. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ആർനെ സ്ലോട്ടിൻ്റെ കരിയറിൽ, മാനേജറായിട്ടുള്ള കരിയറിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം 4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം 2014 ശേഷം 2014 നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് അവർ തുടർച്ചയായി 4 കളികൾ തോൽക്കുന്നത്. നേരത്തെ ബ്രണ്ടൻ റോജേഴ്സ് കോച്ചായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവസാനം അവർ തോൽക്കുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും അത് സംഭവിക്കുന്നത് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ്. എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ടാണ് ഈ 4 തോൽവി. ക്രിസ്റ്റൽ പാലസിനോട് 2-1 എവേ കളിയിൽ തോറ്റു. ഗാലറ്റസറായിയോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എവേ മത്സരത്തിൽ 1-0 തോറ്റു. ചെൽസിയോട് എവേ മത്സരത്തിൽ 1-2 പ്രീമിയർ ലീഗിൽ തോറ്റു. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ഹോം മത്സരത്തിൽ 1-2 തോറ്റു. സോ എന്തൊക്കെയോ പരിഹരിക്കപ്പെടാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ടീം കോമ്പിനേഷൻ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആർനെ സ്ലോട്ട് പക്ഷേ പ്രതീക്ഷയിൽ തന്നെയാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ അസ് വി കൺസിഡർഡ് ഫ്രം എ ക്രോസ് ഇൻ ടു ദി ബോക്സ് വി വുഡ് സ്റ്റിൽ ബി ടോപ്പ് ഓഫ് ദി ടേബിൾ ഇഫ് ഹെഡേഴ്സ് വെയർ ഇൻറ്റ് അലൗഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അത് എത്രത്തോളം ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു വിശകലനമാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇപ്പം പലതരത്തിലുള്ള ട്രോളുകളൊക്കെ വരുന്നത്. അതായത് മത്സരം സമനിലയാണ്, ആ അവസാനത്തെ ഗോള് അത് വന്ന രീതി മാറ്റി നിർത്തിയ കളി സമനിലയാണ് എന്നൊക്കെ കോച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കളിയാക്കലുകൾ, ട്രോളുകൾ ഒക്കെ വരുന്നത് അതിൽ നിന്നാണ്. സംഭവം എന്തായാലും ആർനെ സ്ലോട്ട് വളരെ കൃത്യമായിട്ട് ഡിഫൻസ് ഓക്കെ ആണെന്ന് പറയുമ്പോൾ പോലും ചില ഘട്ടങ്ങളിൽ ടീമിന് പിഴക്കുന്നു എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. വരും മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കുമെന്ന് തന്നെ കരുതാം. കഴിഞ്ഞ 4 കളികളിൽ ഒറ്റ വിജയമില്ല, ഒറ്റ സമനിലയില്ല, 4 തോൽവികളാണ്. വിന്നിംഗ് പെർസെൻറ്റേജോ 0 3 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകൾ കൺസീഡ് ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഡിഫൻസിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന്. 18 ബിഗ് ചാൻസുകളാണ് ടീം ഉണ്ടാക്കിയത്. അതിൽ 3 മാത്രമേ കൺവേർട്ട് ചെയ്തുള്ളൂ. 22.3% ഷോട്ട്സ് ടു സ്കോർ എ ഗോൾ എന്നുള്ളതാണ് അവസ്ഥ. സോ അത് അത്ര നല്ല ഒരു കണക്കല്ല. 7 ഷോട്ടാണ്, ഒരു ഗോൾ കൺസീഡ് ചെയ്യാൻ തിരികെ 7 ഷോട്ടുകൾ മതി എന്നുള്ളതുമാണ് അവസ്ഥ. പക്ഷേ ബോൾ പൊസിഷൻ 62.3% എന്നാൽ പോലും ഈ തുടരൻ തോൽവികളിൽ നിന്ന് ഇനി രക്ഷപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയർ ലീഗാണ്, കട്ടക്കട്ട പോരാട്ടങ്ങൾ വരുന്ന ലീഗാണ്, അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ 8 കളികളിൽ നിന്ന് 15 പോയിൻറ്റുമായിട്ട് 4ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളതും. ഈ സമ്മറിൽ വലിയ തുക കൊടുത്ത് ടീമിൻ്റെ മുന്നേറ്റ നിരയിലേക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വലിയ സ്പെൻഡിംഗ് ഒക്കെ നടത്തിയ ശേഷമാണിത് സംഭവിക്കുന്നത് എന്നുകൂടി ഓർക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.